ഈയിടയിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നിർണായകമായിട്ടുള്ള കരാറിൻ്റെ ഡെവലപ്മെൻറ്റുകൾ നടക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിൽ രണ്ട് രാജ്യങ്ങളുടെയും ഡെലിഗേറ്റ്സ് തമ്മിലുള്ള മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അതിനെക്കുറിച്ച് നെതന്യാഹു സംസാരിച്ച സമയത്ത് You didn't flinch, you didn't waver, you didn't give excuses. You stood next to Israel, you stood by Israel, you stood for Israel, you stood for the truth. Thank you, my friend. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള ബന്ധം, അതുപോലെ മോഡീസ് ഹഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും, അതായത് നെസറ്റിലുള്ള എല്ലാ അംഗങ്ങളും മോദിയുമായിട്ട് ഒരു ഹഗ് ചെയ്യണം എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നെതന്യാഹുവിനെ പിന്നെ സംസാരിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്തരത്തിൽ വളരെ മനോഹരമായിട്ടാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയെ പ്രശംസിച്ചത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും ടൈപ്പ് ജിയോ പൊളിറ്റിക്കലി തന്നെ വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ പൂർണ്ണമായിട്ടും അമേരിക്കയും റഷ്യയും രണ്ടിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്രായേലിൻ്റെ ഡിഫൻസ് കോൺട്രിബ്യൂഷൻ ഇന്ത്യക്കുള്ളിൽ 33% ഉയർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ വാർത്ത. അപ്പോൾ ഇതിനെ തുടർന്ന് പല മേഖലകളിൽ, പ്രത്യേകിച്ച് നമ്മളുടെ എയർ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഇസ്രായേലിൻ്റെ നിർണായകമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ അയൺ ഡോം, അതേപോലെ തന്നെ ബാരക് 8 ഈ മിസൈലുകളുടെ നിർമ്മാണം ഇന്ത്യയിൽ ജോയിൻറ്റ് വെഞ്ചറിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇതിലുപരിയായിട്ട് പലതരത്തിലുള്ള കോൺട്രാക്ട്സ് എല്ലാം തന്നെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പാണ്. എത്രയാണ് ഇന്ത്യയുടെ ഇപ്പം നിലവിലത്തെ ഡിഫൻസ് പർച്ചേസിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളത് നോക്കാം നമുക്ക്. റഷ്യയുടെ ഡിഫൻസ് സപ്ലൈ ഇന്ത്യയിൽ 36% കുറഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ ഡിഫൻസ് സപ്ലൈ 33% ഉയർന്നിട്ടുണ്ട്. അത് ഈ റഫേൽ ഫൈറ്റർ ജെറ്റിൻ്റെ ഡീലോട് കൂടിയാണ് 33% ഉയർന്നിരിക്കുന്നത്. ഇസ്രായേൽ നിലവിൽ 13% ഇന്ത്യക്കുള്ളിലുള്ള ഡിഫൻസ് സപ്ലൈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് 33+ എന്നുള്ള നിലയിലേക്ക് ഉയരും എന്നാണ് ഇത്തവണത്തെ ഇന്ത്യ ഇസ്രായേൽ സന്ദർശനം കഴിയുമ്പോൾ അത് 33% ആയിട്ട് വർദ്ധിക്കും എന്നാണ് കണക്ക് കൂട്ടൽ. US ഇന്ത്യൻ ഡിഫൻസിൽ 9.6% ഷെയർ ചെയ്യുന്നത്. UK കോൺട്രിബ്യൂഷനാണ് ഏറ്റവും കുറവ്, 3%. ഇങ്ങനെയാണ് ഇന്ത്യ നമ്മളുടെ ഡിഫൻസ് പർച്ചേസ് ഡൈവേഴ്സിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഓരോ രാജ്യങ്ങൾക്കും ഇന്ത്യയുമായിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇതിനു മുമ്പ് റഷ്യ സെൻട്രിക് ആയിട്ടിരുന്ന ഡിഫൻസ് മേഖലയാണ് ഇത്തരത്തിൽ ഉടച്ച് വാർത്തിരിക്കുന്നത്. മോദി സർക്കാർ ഭരണത്തിൽ വന്ന ഉടനെ തന്നെ പ്രത്യക്ഷത്തിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ ഒരു 5 വർഷം റഷ്യയുമായിട്ട് കൂടുതൽ ഡിഫൻസ് കരാറുകളിലേക്ക് പോയില്ല ഇന്ത്യ. അതിൻ്റെ ഭാഗമായിട്ടാണ് UPA സർക്കാർ ഫ്രാൻസിൻ്റെ അടുത്ത് ഓർഡർ ചെയ്തിരുന്ന റഫേൽ ഫൈറ്റർ ജെറ്റിൻ്റെ ഓർഡറുകൾ വെട്ടിച്ചുരുക്കി 36 കുറച്ചത്. കാരണം നമ്മളുടെ ഡിഫൻസ് മേഖലയിലുള്ള പർച്ചേസ് ഡൈവേഴ്സിഫൈ ചെയ്ത് അതിനെ ജിയോ പൊളിറ്റിക്കലി ഡിപ്ലോമാറ്റിക് ടൂളായിട്ട് ഉപയോഗിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് NDA സർക്കാരിനും UPA സർക്കാരിനും ഇടയിലുള്ള ആ ഒരു വ്യത്യാസം, ഒരു ഡിഫറൻസ്, അതാണ് ശരിക്കും ഈ ഓർഡറുകളിലൊക്കെ ഒരു അഴിച്ചുപണി വേണം എന്നുള്ള ഒരു നിലയിലേക്ക് NDA സർക്കാരിനെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണി സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് നിലവിലെ ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പർച്ചേസിൻ്റെ ഒരു ക്ലാരിറ്റി. ഇസ്രായേൽ ഇതിൽ വളരെ ശക്തമായി ഇന്ത്യക്കുള്ളിൽ കടന്നു വരികയാണ്. ഇനി ഇതുമായിട്ട് അസ്വസ്ഥതപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ ഷഹബാസ് ഷെരീഫ് ഇപ്പം തന്നെ കച്ചമുറുക്കി ഇറങ്ങിയിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, ട്രംപ് ഷഹബാസ് ഷെരീഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഞാൻ ഇടപെട്ടില്ലായിരുന്നുണ്ടെങ്കിൽ, ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷഹബാസ് ഷെരീഫ് ഇന്ന് ജീവനോടെ ഉണ്ടാവില്ല. കാരണം ഇന്ത്യ ആടിച്ചങ്ങ് തകർത്ത് കളഞ്ഞേനെ. എൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ടൈംലി ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഷഹബാസ് ഷെരീഫ് ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്നാണ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഷഹബാസ് ഷെരീഫിന് ഈ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇതിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്കാരൻ അർഹിക്കുന്നുണ്ട്. കാരണം ട്രംപിനെ കുറിച്ച് അത്തരത്തിലാണല്ലോ മില്യൺ കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിച്ച ഒരു ഗോഡ് ഫാദർ ലെവലിലാണ് ഷഹബാസ് ഷെരീഫ് ട്രംപിനെ കുറിച്ച് ഈജിപ്തിൽ വെച്ചിട്ട് സംസാരിച്ചത്. ഗാസ പീസ് അക്കോർഡിന് തുടക്കം കുറിച്ച സമയത്തുള്ള സ്പീച്ചിൽ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഇനി പാകിസ്ഥാൻ്റെ വേവലാതി എന്താണെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ്റെ പേരെടുത്ത് ഇന്ത്യ ഇന്നലെ ഇസ്രായേലിൻ്റെ നെസറ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തീവ്രവാദികളിൽ നിന്ന് തന്നെയാണ് പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം ഹമാസിനെതിരെയും ശക്തമായ രീതിയിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് ഇന്ത്യ. ഹമാസിൻ്റെ പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പലരും ഇവിടെ ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയെ ഇന്ത്യ നിരോധിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. ഹമാസ് എന്ന് പറഞ്ഞ സംഘടന എന്താണെന്നും ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഇന്ത്യ കൊടുത്തിരിക്കുന്ന വില എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ഇസ്രായേലിൽ പറഞ്ഞിട്ടുണ്ട്. The deepest condolences of the people of India for every life lost and for every family
whose world was shattered in the barbaric terrorist attack by Hamas on October 7. We feel your pain. We share your grief. India stands with Israel firmly, with full conviction in this moment and beyond. അതോടൊപ്പം വെറുതെ പറഞ്ഞതല്ല, ഹമാസിന്റെ ഇസ്രായേലിലേക്കുള്ള ഒക്ടോബർ 7 ആക്രമണം അതിനെ ശക്തമായ രീതിയിൽ ഗണ്ണിച്ച് സംസാരിക്കുകയും അതിനെ വളരെ ഫേമായിട്ട് ആദ്യം തന്നെ വിത്തൗട്ട് എനി ഡൗട്ട്, ഒരു ഡൗട്ടും ഇല്ലാതെ ശക്തമായ രീതിയിൽ അന്ന് മുതലേ ഇസ്രായേലിനോടൊപ്പം നിലയുറപ്പിക്കാൻ തീരുമാനമെടുക്കുന്ന ഇന്ത്യ എന്ന് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്രായേലിനോടൊപ്പം ഏത് സാഹചര്യത്തിലും നിലനിൽക്കുമെന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ സ്റ്റേറ്റ്മെന്റ്. ഇത് ഇസ്രായേലിന് പകർന്ന ഊർജ്ജം ചെറുതല്ല. അതായത് ഇസ്രായേൽ ഇത്രയും നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴി അത് ശരിയായ വഴിയാണ് എന്നുള്ള രീതിയിൽ അംഗീകരിക്കുന്നതിന് തുല്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെന്റ്. ഇസ്രായേൽ ഇങ്ങനെ തന്നെയാണ് ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു രാജ്യത്തിന്റെ പാർലമെന്റിൽ പോയി സംസാരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ സംസാരിക്കണം എന്നതിന്റെ പേരിൽ സംസാരിച്ച സംസാരമായിട്ടല്ല തോന്നുന്നത് നമുക്കിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഇസ്രായേൽ ഡീപ്പൻ പാർട്ട്ണർഷിപ്പ്, അതായത് ജിയോ പൊളിറ്റിക്കലിൽ ഒരു വലിയ മാറ്റം, ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ ഇറങ്ങുന്നതിന്റെ ഒരു ദിവസത്തിന് മുമ്പ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഹെക്സഗോൺ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനിക്കുകയാണ്. അത് പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് കൊണ്ടുവരുന്നത് ഇന്ത്യ സെൻട്രിക് പോളിസികളാണ് അവിടെ രൂപപ്പെടുന്നത്. അല്ല, പ്രധാനമായിട്ടും ഇന്ത്യയും ഇസ്രായേലും തന്നെയാണ് അതിൻ്റെ ഗെയിം പ്ലാൻ ചെയ്യുന്നത്. ഇന്ത്യ സെൻട്രിക് ആണ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിന് ഇത് വളരെയധികം ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്, ഈ ഹെക്സഗോൺ അല എന്ന് പറയുന്ന ഈ പരിപാടി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് ഗ്രീസ്, ഇന്ത്യ, ഇസ്രായേൽ, സൈപ്രസ്, അതുപോലെ തന്നെ ഇതിനകത്ത് മിഡിൽ ഈസ്റ്റ്, അതുപോലെ ആഫ്രിക്കൻ റീജിയനിലുള്ള അറബ് രാജ്യങ്ങൾ, ഇസ്രായേലിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന അറബ് രാജ്യങ്ങൾ, ഇവരെല്ലാം ഇതിനോടൊപ്പം ചേർക്കാൻ നെതന്യാഹു തയ്യാറാണ്, സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. UAE ഇതിനകത്ത് ജോയിൻ ചെയ്യും, സൊമാലിലാൻഡ് ഇതിനകത്ത് ജോയിൻ ചെയ്യും, എത്യോപ്യ സോഫാർ 50-50 അവരും ജോയിൻ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പം ഇസ്രായേൽ ഇത്തരത്തിലൊരു വിള്ളൽ ഉണ്ടാക്കുന്നുണ്ട്. മുസ്ലിം ഉമ്മ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിന് വിരുദ്ധമായിട്ടാണ് ഹെക്സഗോൺ അല്ലെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇസ്രായേൽ. ഇത് തീർച്ചയായിട്ടും മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണമാണ് പാകിസ്ഥാൻ ഉയർത്തുന്നത്. ഇത് എവിടം വരെ ഈ ഒരു ആരോപണം വിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ OIC വരെ കൊണ്ട് വിൽക്കാം. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റ്. അതിനപ്പുറം പാകിസ്ഥാന് ഈ ചരക്ക് വിൽക്കാൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യക്കെതിരെ 32 പ്രാവശ്യം OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിലിൽ പരാമർശങ്ങളുണ്ട്. ഇന്ത്യക്കുള്ളിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ള തരത്തിൽ പാകിസ്ഥാന്റെ നറേറ്റീവ്, ഫേക്ക് നറേറ്റീവാണ്. ആ ഫേക്ക് നറേറ്റീവിനെ ഓക്കെ പറഞ്ഞ് 32 പ്രാവശ്യം ഇന്ത്യക്കെതിരെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട് ഈ OIC രാജ്യങ്ങൾ. അപ്പോൾ അവിടെ വൺ മോർ റെസൊല്യൂഷൻ, അതിൽ കൂടുതൽ ഒന്നും തന്നെ വരാനില്ല. ഇനി ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നതിലുപരിയായിട്ട് എൻ്റെ സുഹൃത്താണ്, അതിലുപരി എനിക്കൊരു ബ്രദറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സഹോദര തുല്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതിലുപരിയായിട്ട് ഈ നെസറ്റ് എന്ന് പറഞ്ഞ ഈ ഇസ്രായേലിന്റെ പാർലമെന്റിൽ പല ലോക നേതാക്കൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പലരും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതായത് പല രാജ്യങ്ങളുടെ തലവന്മാർ, അതുപോലെ പല രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ. പക്ഷേ എനിക്ക് ഇത് പറഞ്ഞേ പറ്റൂ. അത് ഞാൻ ഒരു പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഡിപ്ലോമാറ്റിക് വോയിസ് കീപ്പ് ചെയ്യേണ്ടത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. എന്നാലും എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്തരത്തിലുള്ള ഒരു ചലനം എൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടുണ്ട് താങ്കളുടെ ഈ വരവ് എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരെ മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മാത്രമല്ല, ഓവറോൾ ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പിനെ ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് കൂടിയാണിത്. But I have to tell you, Narendra, my dear friend, I am deeply, deeply moved by your visit here today. Because I have to be diplomatic, I will not rank it, because I'll get into trouble. But I've never been more moved than by your visit here with us, a great friend of Israel, a great champion of the Indian-Israeli alliance. I said, Narendra, my dear friend, these are not just words. I would almost venture to say, more than a friend, a brother. In many ways, brothers. Prime Minister Modi's personal embrace is something special. It's called the Modi hug. It's well known around the world.
And when you hug someone closely, truly, you know it's not an act, it's a real thing. It's called the Modi hug. So I want to return the hug here too from every single one of the Knesset members. And it's not only an indication of the personal relations, of the personal friendship between us, but it really reflects the warmth of the tie between our two peoples. Now, India, as you know, India is a gigantic power of almost 1.5 billion people. Israel is somewhat smaller, somewhat. But Israel is gigantic too. പിന്നെ ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹമാസിന്റെ ആക്രമണം നടന്ന ഉടനെ തന്നെ ആദ്യത്തെ രാജ്യം ഇതിന് തീവ്രവാദ ആക്രമണമാണെന്ന് വളരെ ശക്തമായി ബോൾഡായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നേതാക്കളിൽ ഏറ്റവും ആദ്യത്തെ വ്യക്തി നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇസ്രായേലിന്റെ ഉള്ളിൽ വല്ലാത്ത രീതിയിൽ ഇസ്രായേൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവിടെ ഉള്ളത്. അത് റിയാലിറ്റിയുമാണ്. കാരണം അത്തരത്തിൽ നമ്മളുടെ ഇന്ത്യയിലുള്ള ഒരുപാട് എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് നേഴ്സുമാർ അവിടെ പണിയെടുക്കുന്നുണ്ട്. വയസ്സായ ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കെയർ ടേക്കർ ആയിട്ടുള്ള വർക്കുകളിൽ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, മലയാളികൾ ഒരുപാടുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൽ വളരെയധികം കോർ പില്ലേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. പല മേഖലകളിലുള്ള റിലേഷൻഷിപ്പ് ഇതെല്ലാം തന്നെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മാസ് കമ്മ്യൂണിറ്റി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ ഇപ്പം ഈ ഹെക്സഗോൺ അലയൻസിനെതിരെ ഈ മുസ്ലിം ഉമ്മ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എടുത്തുകൊണ്ട് ഗ്ലോബലി ഒരു ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, കുത്തിത്തിരിപ്പ്. കാരണം ഇന്ത്യ സെൻട്രിക് ആയിട്ടുള്ള ഹെക്സഗോൺ അലയൻസ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല, പാകിസ്ഥാൻ പേടിക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ തുർക്കിയുടെ കളിയും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം പാകിസ്ഥാൻ വിരളി പിടിച്ച് തുർക്കി, മലേഷ്യ ഇത്തരത്തിലുള്ള രാജ്യങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി ഈ മുസ്ലിം ഉമ്മ എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് കൂടുതലായിട്ട് പ്രചരിപ്പിക്കാനും ഇന്ത്യക്കെതിരെ നിലപാടെടുക്കണം എന്നുള്ള നിലയിൽ, ഈ ഹെക്സഗോൺ അലയൻസിനെതിരെ നിലപാടെടുക്കണം എന്നുള്ള നിലയിൽ റിക്വസ്റ്റുകൾ ഇപ്പം തന്നെ പല രാജ്യങ്ങൾക്കും കൈമാറിക്കഴിഞ്ഞു. മലേഷ്യ ഇത്തവണ ശക്തമായ രീതിയിൽ പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളെ പിന്തുണയ്ക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഉമ്മ കോൺസെപ്റ്റിൽ ശക്തമായി നിന്നിരുന്ന ആൾക്കാരാണ് തുർക്കി, മലേഷ്യ, പാകിസ്ഥാൻ. അപ്പോൾ അതിൽ മലേഷ്യ ഇപ്പോൾ ഔട്ട്. ഇപ്പം തുർക്കി മാത്രമാണ് ഉള്ളത്. തുർക്കിയും പാകിസ്ഥാനും കൂടി ഇനി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ത്യ ഇപ്പം ഒഫീഷ്യലി ഇസ്രായേലിന്റെ ലാർജസ്റ്റ് ആംസ് കസ്റ്റമറായിട്ട് മാറുകയാണ്. ആയുധം വാങ്ങുന്ന ലാർജസ്റ്റ് കസ്റ്റമറായിട്ട് മാറുകയാണ് ഇന്ത്യ. നോട്ട് റഷ്യ, നോട്ട് US, നോട്ട് യൂറോപ്പ്. ഇസ്രായേൽ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങളിൽ 34% ഇന്ത്യ മാത്രം വാങ്ങിക്കുന്നു. ഇന്ത്യ മാത്രം 34%. ഇസ്രായേലിന്റെ എൻറ്റയർ വെപ്പൺ പ്രൊഡക്ഷനിൽ 34% ഇന്ത്യ മാത്രം വാങ്ങിക്കുന്നു. ചെറിയ കളിയല്ല. നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ ഇസ്രായേൽ സന്ദർശനം ഇറ്റ്സ് നോട്ട് എ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്. അതിലുപരിയായിട്ട് ഇതൊരു പുതിയ ഇറാണ്. ഇറ്റ്സ് എൻറ്റയർലി ന്യൂ ഇറ. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അങ്ങനെ എന്താണ് ഇന്ത്യ ഇസ്രായേലിൽ നിന്നും വാങ്ങിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 35% ഇസ്രായേൽ ഉൽപ്പാദിപ്പിക്കുന്ന മിസൈലുകൾ ഇന്ത്യ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺസ്, ലോങ് റേഞ്ച് സ്ട്രൈക്ക് സിസ്റ്റം, ലോയിറ്ററിംഗ് മ്യൂണിഷൻസ്, അതുപോലെ കമിക്കാസ് ഡ്രോൺസ്, 24% ഓഫ് അഡ്വാൻസ്ഡ് സെൻസേഴ്സ്, റഡാർസ്, ഇലക്ട്രോ ഒപ്റ്റിക്കൽ സിസ്റ്റംസ്, അതുപോലെ ബോർഡർ സർവൈലൻസ് ടെക്നോളജി, ക്രിട്ടിക്കൽ മോണിറ്ററിംഗ് സിസ്റ്റംസ്. അത് LOC വിത്ത് പാകിസ്ഥാൻ അല്ലെങ്കിൽ LAC വിത്ത് ചൈന, ലൈൻ ഓഫ് കൺട്രോൾ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഈ രണ്ട് മേഖലകളിലും കൃത്യമായിട്ടുള്ള സർവൈലൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. 22% എയർ ഡിഫൻസ് സിസ്റ്റംസ്, ലേയേർഡ് മിസൈൽ ഷീൽഡിൽ 22% ഇസ്രായേലിന്റെ സിസ്റ്റംസ് നമ്മൾ കൊണ്ടുവരും. ഡ്രോൺ ഇന്റർസെപ്റ്റർ സിസ്റ്റംസ്, ബാരക് 8 ജോയിന്റ്ലി ഡെവലപ്ഡ്, അയൺ ഡോം ജോയിന്റ്ലി ഡെവലപ്ഡ്. ഇതൊന്നും സിംബോളിക് പർച്ചേസുകളല്ല. ഏതെങ്കിലും ഡിഫൻസ് സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വാങ്ങിക്കുന്നതല്ല. ഇതെല്ലാം ഇന്ത്യക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിൽ ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു സുപ്പീരിയോറിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സുപ്പീരിയോറിറ്റിക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഇത്രയും ക്വാളിറ്റി ആയിട്ട്, ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ള സാധനങ്ങൾ ലോകത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ അവൈലബിളുമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ലോകത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള പല സാധനങ്ങളിലും ഇസ്രായേലിന്റെ കയ്യൊപ്പുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം തന്നെ ബാറ്റിൽ ഫീൽഡ് റെഡി സിസ്റ്റംസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്തുകൊണ്ട് ഇസ്രായേലിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ പ്രൂവൻ ടെക്നോളജി, ഇത് AI ആയിക്കോട്ടെ, ഡ്രോൺ ഇന്റർസെപ്ഷൻ ആയിക്കോട്ടെ, റോക്കറ്റ് ഇന്റർസെപ്ഷൻ ആയിക്കോട്ടെ, ബാലിസ്റ്റിക് മിസൈൽ ഇന്റർസെപ്ഷൻ ആയിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ ഇസ്രായേലിന് ഓൾറെഡി തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് യുദ്ധം നടത്തി തെളിയിച്ച പ്രൂവൻ റെക്കോർഡുള്ള ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങുന്നത്. ഫാസ്റ്റ് ഡിപ്ലോയ്മെന്റ്, കോമ്പാക്ട് പ്രൂവൻ, ഹൈ പ്രിസിഷൻ. ഇതാണ് ഇതിന്റെ ആക്യുറസി. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ട് ഇസ്രായേൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റഷ്യയെ നോക്കൂ. റഷ്യ ഗിവ്സ് പ്ലാറ്റ്ഫോം ലൈക്ക് സബ്മറൈൻസ്, ഫൈറ്റർ ജെറ്റ്. ഫ്രാൻസ് ഇന്ത്യയിലേക്ക് തരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ
റഫേൽ ഫൈറ്റർ ജെറ്റ്, അതേപോലെ തന്നെ സ്കോർപിയൻ ക്ലാസ് സമറൈൻ. പക്ഷേ ഇസ്രായേൽ ഗിവ്സ് ടെക്നോളജിക്കൽ എഡ്ജ്. 80% ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്നും സർവൈലൻസ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ പ്രിസിഷൻ സ്ട്രൈക്ക് കപ്പാസിറ്റിയുള്ള ആയുധങ്ങൾ ആൻഡ് ഡിഫെൻസീവ് സിസ്റ്റംസ്, ഇതൊക്കെയാണ് നമ്മൾ ഇസ്രായേലിൽ നിന്ന് വാങ്ങിക്കുന്നത്. പിന്നെ ഇസ്രായേലിന്റെ പ്രത്യേകത ഫാസ്റ്റ് ഡെലിവറി, അതും കൂടി നമ്മളിവിടെ ശ്രദ്ധേയമായി നോക്കിക്കാണണം. അതിന് ഹെറോൺ ഡ്രോൺസ് നമ്മൾ കാർഗിലിന്റെ ടൈമിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇസ്രായേലിന്റെ ഹെറോൺ ഡ്രോൺസ്. അതുപോലെ സ്പൈസ് ബോംബ്സ് നമ്മൾ ബാലാക്കോട്ടിൽ ഉപയോഗിച്ചത് ഇസ്രായേലിന്റെ സ്പൈസ് ബോംബാണ്. ഇപ്പോൾ ഇവിടെയാണ് ജിയോ പൊളിറ്റിക്സ് എൻട്രി ആവുന്നത്. പ്രൈം മിനിസ്റ്ററിന്റെ ഇത്തവണത്തെ വിസിറ്റ് ഇസ്രായേലിൽ ആയുധ കരാറുകൾക്കപ്പുറം ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമായ രീതിയിൽ ഫൗണ്ടേഷൻ ഇട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അതാണ് നമുക്കിപ്പം ഇത്തവണത്തെ വിസിറ്റിൽ കാണാൻ കഴിയുന്നത്. അതായത് ഇസ്രായേലിൽ ഏത് ഗവൺമെന്റ് വന്നാലും ഇന്ത്യയുമായിട്ടുള്ള നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇസ്രായേലിന്റെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ യായിർ ലാപ്പിഡ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്പീച്ച് കഴിഞ്ഞ ഉടനെ ആ നെസറ്റിൽ കയറി വന്ന് ഒരു 2 minutes സംസാരിക്കാൻ ഒരു അവസരം എടുത്ത് അവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ശരിക്കും മോദിയുടെ വരവിനെ ലിക്വിഡ് പാർട്ടി, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പാർട്ടി, അവരൊരു ആഘോഷമായിട്ട് മാറ്റാൻ തീരുമാനിച്ചത് വരാനിരിക്കുന്ന ഇലക്ഷനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ള തരത്തിൽ പറയാതെ പറഞ്ഞ ഒരു ഷോർട്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അത് പറഞ്ഞ ഉടനെ തന്നെ നെസറ്റിന്റെ ഉള്ളിൽ നിന്നും ഈ ലിക്വിഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പാർട്ടി മെമ്പേഴ്സ് ഉടനെ തന്നെ അയാൾക്കെതിരെ ഇച്ചിരി സ്വരം ഉയർത്തുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് പുള്ളിക്കാരൻ ഞാൻ സിറ്റുവേഷൻ വഷളാക്കാൻ തീരുമാനിക്കുന്നില്ല, സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു അപ്രിസിയേഷൻ കൊടുത്ത് മടങ്ങുകയാണ് ചെയ്തത്. അതായത് പുള്ളിക്കാരൻ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതായത് ഞാനാണ് ഇവിടുത്തെ ഓപ്പോസിഷൻ, ഒരുപക്ഷെ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാനായിരിക്കും ഈ പൊസിഷനിൽ ഉണ്ടാവുക, യായിർ ലാപ്പിഡ്. അതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ ഇന്റർവെയിൻ ചെയ്തതാണ്. അത് തീർച്ചയായിട്ടും സ്പീക്കർ വിളിച്ചിട്ടുണ്ടായിരുന്നു. യായിർ ലാപ്പിഡിനെ ക്ഷണിക്കുകയാണ് ചെയ്തത്. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് യായിർ ലാപ്പിഡ് വന്ന് സംസാരിച്ചത്. അല്ലാതെ ഓപ്പർച്യൂണിറ്റി കൊടുക്കാത്തതല്ല, ഓപ്പർച്യൂണിറ്റി കൊടുത്തു, 2 minutes സംസാരിച്ചു, കൃത്യമായിട്ട് ഞാൻ ഓപ്പോസിഷൻ ലീഡറാണെന്നുള്ള ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മടങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷം അഡ്രസ്സ് ചെയ്യാൻ വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പേരും പറഞ്ഞു, അതേപോലെ തന്നെ യായിർ ലാപ്പിഡിന്റെ ഓപ്പോസിഷൻ ലീഡർ യായിർ ലാപ്പിഡ് എന്നുള്ള പേരെടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലെ ഏത് പാർട്ടി ഭരണത്തിൽ വന്നാലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ളതിനെ തെളിയിക്കുന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ പാർലമെന്റിന്റെ ഉള്ളിൽ ഓപ്പോസിഷന്റെ സപ്പോർട്ടും അതേപോലെ ഭരണകക്ഷിയുടെ സപ്പോർട്ടും രണ്ടും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ഇസ്രായേൽ കൂട്ടുകെട്ട് പാകിസ്ഥാന് വലിയൊരു അലാറമാണ്. ചൈനയുടെ പൊസിഷനിലും ഇത് വല്ലാത്ത കോംപ്ലക്സിറ്റി ഉണ്ടാക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലും ഒരുപാട് ഷിഫ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇതൊക്കെ അനാലിസ്റ്റുകളുടെ വിലയിരുത്തലാണ്. അപ്പോൾ ഇതിലൂടെ ഇന്ത്യ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി റഷ്യ, നോട്ട് ഓൺലി അമേരിക്ക, നോട്ട് ഓൺലി യൂറോപ്പ്, എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ടുള്ള റോഡ് മാപ്പും ഒരു റിലേഷൻഷിപ്പും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കുള്ളിലുള്ള മാർക്കറ്റ് ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമായിട്ട് വെട്ടിച്ചുരുക്കാൻ ഇന്ത്യ തയ്യാറല്ല. അതാണ് ഇതിൽ നിന്നും കൊടുക്കുന്ന മെസ്സേജ്. ഇന്ത്യയുടെ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. അതായത് നിങ്ങൾ റഷ്യയുടെ പേരിൽ ഞങ്ങൾക്ക് 25% പ്യൂരിറ്റീവ് താരിഫ് അടിച്ചു തന്നു, പക്ഷേ ഞങ്ങൾ റഷ്യയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഇവിടെ പ്രോജക്റ്റ് ഉണ്ട്, ആത്മനിർഭർ ഭാരത് ഉണ്ട്, മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് ഉണ്ട്. ഇതൊക്കെ ട്രംപ് ഇന്ത്യയിൽ നിന്നും കോപ്പി അടിച്ചതാണ്. പക്ഷേ ട്രംപിന് മുന്നേ ഇന്ത്യയിൽ അത് 2014 കാലഘട്ടങ്ങളിൽ തന്നെ ഈ ഇനിഷ്യേറ്റീവ് പ്രോജക്റ്റുകളൊക്കെ ഇവിടെ നിലവിലുണ്ട് എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് ഇന്ത്യ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഇസ്രായേൽ പാർട്ട്ണർഷിപ്പിനെ ലോകം തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. അത് വളരെ ഡീപ്പ് ലെവലിലുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പായിട്ട് തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഇതിൽ ആശങ്കയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ആശങ്കയില്ല. രാജ്യങ്ങൾക്ക്, പല രാജ്യങ്ങൾക്കും ഇപ്പോൾ ഇതിൻ്റെ ഈ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ആശങ്കയുണ്ട്. അതായത് ഇന്ത്യ ഇസ്രായേൽ രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു ജൈഗാന്റിക് പവറായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ഉഡായ്പകളൊക്കെ നടക്കും. പക്ഷേ ഇത് 2 രാജ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എത്രത്തോളം റിലേഷൻഷിപ്പ് ഡീപ്പൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം 2 രാജ്യങ്ങൾക്കും നല്ലത്. കാരണം നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ഇന്ത്യക്കും ഇസ്രായേലിനും ഉള്ളത് സെയിം ത്രെട്ടാണ്, ഭീകരവാദം. ഭീകരവാദത്തിനെതിരെയാണ് നമ്മൾ പൊരുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 2 രാജ്യങ്ങൾക്കും ഉള്ളത് ഒരേ എയിമാണ്, ഒരു ഗോളാണ് ഈ വിഷയത്തിൽ. ഇത്തരത്തിലുള്ള ഭീകരവാദികളെ ചേർത്ത് തോൽപ്പിക്കാനും ഇതുപോലെ ക്രോസ് ബോർഡർ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രത്തോളം ഡിഫൻസ് ടെക്നോളജി ക്യാരി ഫോർവേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ ഇന്ത്യ ഇസ്രായേൽ പാർട്ട്ണർഷിപ്പ് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഓരോ കരാറുകളെക്കുറിച്ചും ഞാൻ ഈ മെൻഷൻ ചെയ്തു പോയ ഓരോ മേഖലകളെക്കുറിച്ചും വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരും. നമുക്ക് സമയം കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് ഓരോന്നായിട്ട് ഡീപ്പായിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ ഇച്ചിരി ഞെട്ടലോടുകൂടി തന്നെയാണ് തുടരുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.